ഈ ക്രിസ്മസിനേക്ക് നിങ്ങൾക്കൊരു ന്യൂ ഫ്ലേവർ കേക്ക് പരിചയപ്പെടുത്തി തന്നാലോ. ഇത് ആപ്പിൾ കാരമലൈസ്ഡ് ഫിൽഡ് കേക്കാണ്. ടോപ്പിംഗ് വരുന്നത് ചോക്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. കാരമലൈസ്ഡ് ആപ്പിളും ആ ചോക്ലേറ്റും പിന്നെ വാനില സ്പഞ്ചാണ് വരുന്നത്. അതും കൂടി മൂന്നിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്മസിന് ചെയ്ത് നോക്കാൻ പറ്റിയൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്താലോ. അപ്പോൾ 1 കപ്പ് ഷുഗർ നമ്മൾ പാനിലേക്ക് ചൂടാൻ വെച്ചിട്ടുണ്ട്. കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അത് കരിഞ്ഞു പോകാൻ പാടില്ല. മെൽട്ടായിട്ട് ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ബ്രൗൺ കളറായതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എന്ന് എടുത്താൽ മതി. ഏതെങ്കിലും ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 കപ്പ് ആപ്പിൾ സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ആപ്പിൾ ചേർക്കുമ്പം അതൊന്ന് ലൂസായി വരും കേട്ടോ. അപ്പം ലൂസാകുമ്പം അതിൻ്റെ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റുന്ന വരെ നമ്മളതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോർഡിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് വാനില സ്പഞ്ചാണ് എടുക്കുന്നത്. വാനില സ്പഞ്ചിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡും ആണ് സോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ക്രീം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാം. ഈ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ്, ഏത് നട്ട്സ് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ബദാമും കാഷ്യൂം പൊടിച്ചിട്ട് ചേർത്തതാണ്. ഈ ആപ്പിൾ കാരമലൈസ് ചെയ്തെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. ഇതിൽ ഫില്ലിങ് വരുമ്പം നല്ലൊരു നമുക്കൊന്ന് ഇത് ക്രീമിൻ്റെ കൂടെ ഈ കാരമലൈസ്ഡ് ആപ്പിളും ഒന്ന് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനൊരു 4 ലെയറിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഹൈറ്റായിട്ടുള്ള കേക്കാണ്. അപ്പം ഇനി അടുത്ത ലെയറിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം സോക്ക് ചെയ്യുന്നത് പാലും മിൽക്ക് മെയ്ഡും കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. ഇത് എന്താ വെച്ചാൽ അധികം ആഡ് ചെയ്യാത്തത് എന്താ വെച്ചാൽ നമ്മൾ അതിൽ തന്നെ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതന്നെ ഒരു മധുരം ഉണ്ടാവും, പിന്നെ ആപ്പിളിൻ്റെ മധുരം. അപ്പം അത്ര ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് വെച്ച് കൊടുക്കുന്നത്, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് കുറച്ചുകൂടെ മധുരം കൂടുതൽ, അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മധുരമായിപ്പോവും. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുമ്പോൾ അത് ബാലൻസ് ചെയ്ത് വരും കേട്ടോ. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് എടുത്താൽ മതി. നല്ല മധുരമാകുമ്പം നമുക്ക് കേക്ക് കഴിക്കാൻ അത്ര ഇത് വരില്ല, മടുപ്പ് വരും. ഇതാവുമ്പം എല്ലാം ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ മുകളിൽ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തെടുത്ത ആപ്പിൾ ടോപ്പിങ്ങിൽ കുറച്ചൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് എന്നിട്ട് കുറച്ച് നമുക്ക് വാൾനട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് എന്ത് വേണമെങ്കിൽ വെച്ചത്, ഏത് നട്ട്സും വെച്ചിട്ട് ഡെക്കറേറ്റ് അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടിയും ചെയ്യുക. ഓക്കേ.